إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل والذين يبيتون لربهم سجدا وقياما പരമകാരുണ്യകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദാസന്മാർ, അവരുടെ രണ്ടാമത്തെ വിശേഷണമാണ് രാത്രിയെ സുജൂദ് കൊണ്ടും നിന്ന് നമസ്കരിച്ചും ജീവിപ്പിക്കുന്നവർ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി സത്യവിശ്വാസികൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഇബാദത്താണ് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം എന്നുള്ളത്. യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന മിൻ ഖബ്ലിക്കും വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ് ومنهاة عن الإثم وتكفير للسيئات ومطردة للداء عن الجسد رواه الترمذي رحمه الله. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇശാ നമസ്കാരം നിർവഹിച്ച് ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് വിത്റെങ്കിലും രാത്രി നമസ്കാരത്തിൽ നിന്ന് അവൻ നിർവഹിക്കണമെന്നുള്ളതാണ്. ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ ഫജ്റിന് ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കുമെന്ന് കരുതാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്നയാൾ നമസ്കരിച്ച് വിത്ർ നമസ്കരിച്ചു കിടക്കട്ടെ എന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെ ചര്യയാണത് എന്ന് മാത്രമല്ല, അത് ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മനുഷ്യനെ ഏറെ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്.
പ്രപഞ്ച സൃഷ്ടാവിലേക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മുഅ്മിനിനെ അടുപ്പിക്കുന്ന കാര്യമാണ്. വമൻഹാതുൻ അനിൽ ഇസ്ം, അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ തടയുന്നതായ കാര്യമാണ്. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, അവനിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. വമുത്രിദതുൽ ലിദ്ദാഇ അനിൽ ജസദ്, അവന്റെ ശരീരത്തിലെ പല അസുഖങ്ങൾക്കുമുള്ള, പല പ്രയാസങ്ങൾക്കുമുള്ള ഒരു മരുന്ന് കൂടിയാണത്. ആ അസുഖങ്ങളെ അകറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് തളർന്നാൽ അവന്റെ ശരീരവും തളരും. മനസ്സിന് ശരീരവുമായി വലിയ ബന്ധമുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് തന്റെ പ്രയാസങ്ങളെ സ്വകാര്യമായി റബ്ബിനോട് പറഞ്ഞ് എല്ലാ ഭാരവും ഇറക്കി വെക്കുന്ന ഒരു മനുഷ്യന് അവന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. മനസ്സിനെ അലട്ടുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അവന് സമാധാനവും ശാന്തിയും ലഭിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടത്രേ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതുവഴി അവന്റെ ശരീരത്തിലെ അസുഖങ്ങൾ പോലും മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് കടന്നു വരുമ്പോൾ അവ്വലു മാ സമിഅതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ ആദ്യമായി കേട്ടത് അന്നഹു ഖാൽ അയ്യുഹൻ നാസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ് സലാം, നിങ്ങൾ പരസ്പരം അന്യോന്യം സലാം പറയുന്നത് വർദ്ധിപ്പിക്കുക. വഅത്ഇമുത് തആം, ധാരാളമായി അഗതികൾക്കും അനാഥകൾക്കും പ്രയാസപ്പെടുന്നവർക്കും ഭക്ഷണം നൽകുക. വസ്വിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. വസല്ലു വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിയിരിക്കെ ഉറങ്ങുന്ന വേളയിൽ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. തദ്ഖുലു ജന്നത റബ്ബികും ബിസലാം, ഒരു പ്രയാസവുമില്ലാതെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്നാണ്. തഖൂലു ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹാ أن النبي صلى الله عليه وسلم كان يقوم من الليل حتى تتفطر قدماه فتقول أمنا يا رسول الله لم فعلت هذا لم تصنع هذا وقد غفر الله لك ما تقدم من ذنبك وما تأخر. അല്ലാഹുവിന്റെ റസൂൽ രാത്രി സമയങ്ങളിൽ കാലിൽ നീര് വരുമാറ് നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട അങ്ങ് എന്തിനാണ് ഇങ്ങനെ രാത്രിയിൽ ഇത്രമാത്രം നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, അതിനു വേണ്ടിയാണ് എന്നാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം അല്ലാഹുവിനോടുള്ള ശുക്റാണ്. وقال صلى الله عليه وسلم أقرب ما يكون الرب من العبد في جوف الليل. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മോട് ഏറ്റവും അടുപ്പമുള്ളവനാകണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് ഒരു അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ മധ്യയാമങ്ങളിലാണ്. فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن. അതുകൊണ്ട് ആ സമയത്ത് എല്ലാവരും അശ്രദ്ധരാകുന്ന, ഉറങ്ങുന്ന ആ സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന അവരിൽ ഉൾപ്പെടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അതിനുവേണ്ടി പരിശ്രമിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ മുഹമ്മദ് ഇശ് മാ ശിഅ്ത് ഫഇന്നക മയ്യിതുൻ, ജീവിക്കുന്ന അത്രയും ജീവിച്ചോ, പക്ഷെ നാളെ മരണമുണ്ട് എന്നത് മറക്കരുത്. മാത്രമല്ല വഅഹ്ബിബ് മൻ ശിഅ്ത് ഫഇന്നക മുഫാരിഖുഹു, നീ ആരെയും എത്രയും ഇഷ്ടപ്പെട്ടോ, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനെയും വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ട് എന്നത് നീ മറക്കരുത്. വഅമൽ മാ ശിഅ്ത് ഫഇന്നക മജ്സിയ്യുൻ ബിഹി, യാ മുഹമ്മദ്
അല്ലാഹുവിന്റെ റസൂലേ, ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിച്ചോ, പക്ഷെ പ്രവർത്തിക്കുന്നതിന് അതിന്റെ പ്രതിഫലം നാളെ ലഭിക്കാനിരിക്കുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം, അത് മറന്നുപോകരുത്. എന്നിട്ട് പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കരിക്കണം. ഫഇന്ന ഖിയാമൽ ലൈലി ശറഫുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ശറഫ് എന്ന് പറയുന്നത്, ഇസ്സത്ത് എന്ന് പറയുന്നത്, ആദരവ് എന്ന് പറയുന്നത് അത് ഖിയാമുൽ ലൈലാണ്. മാത്രമല്ല മറ്റുള്ളവരോട് യാചിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ് അവന്റെ ഇസ്സത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹൽ മുസമ്മിൽ, അതുപോലത്തെ യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഈ സൂറത്തുകളിലൊക്കെ നമുക്ക് കാണാം രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, പുതച്ചു മൂടി കിടന്നുറങ്ങുന്നവനെ എഴുന്നേറ്റ് അല്പം റബ്ബിനു വേണ്ടി നമസ്കരിക്കൂ എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരം നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രി നമസ്കാരം കൂടി അബ്ദുള്ളക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പറയുന്നു, അന്നു മുതൽ ഞാൻ രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്ന. ഹദീസുകളും ആയത്തുകളൊന്നും കേൾക്കാത്ത പ്രശ്നമല്ല, നമ്മളൊക്കെ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനു വേണ്ടി ഒരു അല്പസമയം നമ്മൾ മാറ്റിവെക്കുക. അത് ജീവിതത്തിന് ആശ്വാസം നൽകും, മനസ്സിന് ആശ്വാസം നൽകും, പ്രയാസങ്ങൾ ദൂരീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ശരീരത്തിന് പോലും നിങ്ങൾക്കത് ഗുണം ചെയ്യും. തിന്മകളിൽ നിന്നത് നിങ്ങളെ കാക്കും, നന്മയിലേക്ക് നിങ്ങളെ അത് നയിക്കും. അതാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് വിത്റെങ്കിലും നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.